Hello everyone, welcome to our YouTube channel. ടാലിനിലെ നമ്മുടെ താമസം ഗുസ്താവ് ഏണസാക്സ് സ്ട്രീറ്റിലാണ്. വളരെ ശാന്തമായ ഈ തെരുവ് ടാലിനിലെ സാംസ്കാരിക ഹൃദയമായ കാഡ്രിയോർക്ക് ജില്ലയിലാണ്. ഇവിടെയുള്ള പച്ചപ്പും ചരിത്രപരമായ കെട്ടിടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ നഗരത്തിൻ്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ചകലെ എന്നാൽ പ്രധാന ആകർഷണങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന ഈ സ്ഥലം ടാലിനിലെ അനുഭവങ്ങൾ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഇതാണ് നമ്മുടെ താമസ സ്ഥലം. ഗുസ്താവ് ഏണസാക്സ് എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. എസ്റ്റോണിയയിലെ സുപ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനായിരുന്നു ഗുസ്താവ് ഏണസാക്സ്. ഈ ബിൽഡിങ്ങിന് 3 നിലകളാണുള്ളത്. ഇതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം. വളരെ ശാന്തവും മനോഹരവുമായ ഒരു പ്രദേശം. തൊട്ടടുത്ത് തന്നെ അനവധി ബിൽഡിങ്ങുകളുണ്ട്. ടാലിനിൽ ഇപ്പോഴും പൂർണ്ണമായി സമ്മറായിട്ടില്ല. മഞ്ഞുവീഴ്ചയുമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫ്ലോറിൽ ഒരു കിച്ചണും തൊട്ടടുത്ത് തന്നെ മറ്റു റൂമുകളും ഉണ്ടായിരുന്നു. എല്ലാ റൂമുകൾക്കും ഒന്നുകിൽ ഏതെങ്കിലും സംഗീതജ്ഞരുടെയോ ശാസ്ത്രജ്ഞരുടെയോ പേരാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. ഈ വിൻഡോയിലൂടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് ടാലിനിലെ ഏറ്റവും ആധുനികമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊന്നായ D1 മോൾ ഓഫ് ടാലിനിലേക്കാണ്. നവീനതയും ആശയപുതുമയും നിറഞ്ഞ ഈ മാളിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ വീൽ ഓഫ് ടാലിൻ. ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഒരാൾക്ക് 10 യൂറോസാണ് ആയത്. അങ്ങനെ നമ്മുടെ ഊഴമെത്തി. നമുക്ക് സ്കൈ വീലിലേക്ക് കയറാം. ടാലിൻ്റെ ആകാശത്തെ തൊട്ടു നിൽക്കുന്ന ഒരു മനോഹരമായ ആകർഷണമാണ് സ്കൈ വീൽ ഓഫ് ടാലിൻ. ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫെരീസ് വീൽ ടാലിനിലെ സ്കൈലൈൻ കാണാവുന്ന ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. ഉയരത്തിൽ നിന്ന് നഗരത്തിൻ്റെ ചുവന്ന മേൽക്കൂരകളും സമുദ്രതീരങ്ങളും ഓൾഡ് ടൗണിൻ്റെ പരമ്പരാഗത കെട്ടിടങ്ങളും എല്ലാം കാണാനാവും. അങ്ങനെ നമ്മുടെ ടാലിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് റിഗയിലേക്ക്. എക്കോലൈൻസ് ബസ്സിൽ തന്നെയാണ് നമ്മുടെ തിരിച്ചുള്ള യാത്ര. വളരെ കുറച്ച് സമയമാണ് നമ്മൾ ചിലവഴിച്ചതെങ്കിലും ഏറെ മനോഹരമായ ഓർമ്മകളാണ് ടാലിൻ നമുക്ക് സമ്മാനിച്ചത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.